ഇന്നലത്തെ എൻ്റെ സ്റ്റേ എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു. കാരണം എന്ന് പറയുന്നത് പഠിത്തം തന്നെയാണ്. വീട്ടിലിരുന്നാൽ നന്നായിട്ട് ഞാൻ പഠിക്കുന്നതുകൊണ്ട് കസിൻ്റെ വീട്ടിലേക്ക് പോയി. അതാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടിരുന്ന് പഠിക്കാനായിട്ട് പറ്റും. രാവിലെ തന്നെ കസിനോട് ടാറ്റയും പറഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അതുപോലെ തന്നെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ സ്വന്തം ജമാലു മാമ. ഓട്ടോ സ്റ്റാൻഡ്, പ്രത്യേകിച്ച് വാഴക്കാല, അവിടെ എവിടെയെങ്കിലും കണ്ട ഉറപ്പിച്ചോ അതെൻ്റെ മാമയായിരിക്കുള്ളൂ. പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വെറുതെ ഓർത്ത് വെച്ചോ. അവിടെ നിന്ന് നേരെ കടയിലേക്ക് പോയി. കടയിൽ നിന്ന് വേണം ഇനി വീട്ടിലേക്ക് പോകാനായിട്ട്. കടയിൽ പോകുമ്പോൾ വലിയ പെരുപ്പുണ്ടായിരുന്നു. ഇനി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴോ എൻ്റെ റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ടായിരുന്നു, എൻ്റെ കട്ടിലൊഴിച്ച്. പിന്നെ കുറച്ചധികം നേരമൊക്കെ ഇരുന്ന് പഠിച്ച് കുറച്ചധികം നേരം ഞാൻ കിടന്നുറങ്ങിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതായിരുന്നു അവസ്ഥ. എൻ്റെ വല്യപ്പാട സ്ഥിരം സീറ്റായ സെറ്റീമ ടുട്ടു പൂച്ച കിടന്നുറങ്ങുന്നു. വല്യപ്പ ഉണ്ടെച്ചെങ്കിൽ അതിനെ കൊന്നേനെ. പിന്നെ കുറച്ച് നേരം ടുട്ടുവിനെ കളിപ്പിച്ച് നേരെ കടയിലേക്ക് പോയി. കടയിൽ ചെന്നപ്പോൾ ദേ ഇരിക്കണം എൻ്റെ വാപ്പി. പിന്നെ അവിടെ നിന്ന് വീട്ടിൽ ചെന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. കാരണം വെളുപ്പിന് 4 മണിക്ക് എണീക്കണോണ്ട് തന്നെ ഇപ്പോൾ ഉറക്കം അങ്ങോട്ട് സെറ്റാവില്ല. പിന്നെ കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ പോയിരുന്ന് കുറച്ച് നേരം ഇരുന്ന് പഠിച്ച് നേരെ കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ ദേ നിൽക്കുന്നതിൻ്റെ വല്യമ്മ ജീരകക്കഞ്ഞിയുടെ പകുതി പ്രിപ്പറേഷനിലായിട്ടുള്ളൂ. അതുപോലെ തന്നെ നോമ്പ് തുറക്കാനായിട്ട് ഇപ്പോൾ സ്ഥിരം വീട്ടിൽ കാണുന്നതാണ് ജീരകക്കഞ്ഞിയും തെരിക്കഞ്ഞിയും. പിന്നെ ഒരു പപ്പായ എടുത്ത് നേരെ അതങ്ങ് കട്ട് ചെയ്ത്, കാരണം അത് ജ്യൂസ് അടിക്കണം. പിന്നെ നേരെ സ്ഥിരം സ്പോട്ടിൽ പോയിട്ട് കുറച്ച് നേരം കാറ്റും കൊണ്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വാപ്പി ഇരുന്ന് നാരങ്ങവെള്ളം കളിക്കുന്നു. തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്ത് ജീരകക്കഞ്ഞിയും കടലയും പുട്ടൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിചാരം ഡെയിലി ചിക്കനും മട്ടനും ബീഫൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും കസിൻസൊക്കെ വന്ന് അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഇനി ഫുഡ് കഴിച്ച് ഇനി വേണം കിടന്നുറങ്ങാൻ.